സാർ, ഞാൻ ആക്ച്വലി കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പം അതിന്റെ കൂടെ തന്നെ ബിസിനസ് ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ പിന്നെ ഞാൻ ചെറുതായിട്ടൊരു ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ. ആർട്ടിസ്റ്റ് മീൻസ് എന്താണ്? ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ മൈൻഡിലുള്ള ഒരു സംഭവം നമ്മൾ പുറത്ത് കൊണ്ടുവരുന്ന. ആർട്ടിസ്റ്റ് കുറെ മീനിങ് ഉണ്ട്. ഈവൻ ആക്ടേഴ്സിന് ആർട്ടിസ്റ്റ് എന്നാ പറയാം. അപ്പൊ അത് ക്ലാരിറ്റി. ഞാൻ കാലിഗ്രഫീസ് ഒക്കെ ഇല്ലേ? ഓ, കാലിഗ്രാഫി, വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഞാനിപ്പോ കറന്റ് PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ സ്റ്റഡീസ് ഇപ്പൊ കഴിഞ്ഞാല് എനിക്ക് ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു എന്താ പറയാ ഒരു എയിം ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? ഒന്ന് കാലിഗ്രാഫി പറഞ്ഞു, ഓക്കെ. ഒന്ന് നിങ്ങളുടെ സ്റ്റഡീസ് പറഞ്ഞു. വേറെ എന്തായിരുന്നു? എന്ത് ബിസിനസ്സാ പറഞ്ഞത്? കറന്റ് ഞാനൊരു ആളുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അത് ബിസിനസ് അല്ല, പ്രൊഫഷൻ ആണ്. പ്രൊഫഷൻ. ഒരാളെ കീഴിൽ വർക്ക് എന്തായിട്ട് വർക്ക് എന്ന് പറയാൻ പറ്റുമോ? അത് ആൾക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ അത് നമ്മള് കറസ്പോണ്ടിങ് എന്താ പറയാ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മൾ മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്യില്ലേ, അതുപോലെ. ഓക്കെ. സോ ആസ് എൻ അസിസ്റ്റന്റ്, വെർച്വൽ അസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ. Is it correct? Okay, കിട്ടാൻ വേണ്ടി ഐഡിയ കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, റൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഏതാ ഇപ്പം എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? നിങ്ങൾ ബിസിനസ് ആണോ? അതെ, ബിസിനസ് അല്ല. നിങ്ങൾ ഇപ്പം നിങ്ങളെ വെർച്വൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള VA ആയിട്ടുള്ള അതാണോ, അല്ലെങ്കിൽ നിങ്ങളെ കാലിഗ്രാഫി അതിന്റെ ആർട്ടിസ്റ്റ് ആണോ, അല്ലെങ്കിൽ സ്റ്റഡീസ് ആണോ? ഏതാണ് ഏറ്റവും വലുത്? 3 ഇമ്പോർട്ടന്റ് ആണ്. 3 ഇമ്പോർട്ടൻറ്റ്. എന്തിനാ ഇത് 3 ഇമ്പോർട്ടൻറ്റ്? ഇപ്പം നിങ്ങൾക്ക് വേറൊരു ചാൻസ് നാളെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ VA എന്നുള്ള ആ പോസ്റ്റ് മാറ്റിയിട്ട് അതിലേക്ക് പോകും, വേറൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ? ബെസ്റ്റ് ആണെങ്കിൽ മേ ബി. ഓക്കെ, ഗുഡ്, എക്സലന്റ്. നിങ്ങൾക്ക് ഈ 3 കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് കോൺട്രഡിക്ട് ചെയ്യണ്ടോ? ടൈം കോൺട്രഡിക്ട് ചെയ്യണ്ടോ? മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക്? പ്രത്യേകിച്ച് കാലിഗ്രാഫി. ഒരു വ്യക്തി, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു വ്യക്തി കാലിഗ്രാഫി പഠിച്ചു കേട്ടോ, കുറേ വർഷം മുമ്പത്തെ കഥ. ഞാൻ ഇയാൾ കാലിഗ്രാഫി പഠിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇതെന്തിനാ കാലിഗ്രാഫി പഠിക്കുന്നത്? കാലിഗ്രാഫി അറിയാത്തൊരു ജസ്റ്റ് മനസ്സിലാക്കാൻ നല്ല ഹാൻഡ് റൈറ്റിംഗ്, അതാണ് കാലിഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇയാൾ പഠിച്ചപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്തിനാ പഠിക്കുന്നത്? ഇയാൾ പഠിച്ചു. പക്ഷെ പിന്നീട് ഇയാൾ ഒരു സംഭവം തുടങ്ങിയപ്പം ആ സംഭവത്തിൽ ഇയാൾ ആദ്യമായിട്ട് യൂസ് ചെയ്ത കാലിഗ്രാഫിയാണ്. ആളെ പേരറിയാം? എനിവൺ? ഇല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പേര്? ആൾ കാലിഗ്രാഫി കണ്ടുപിടിച്ചത്, പക്ഷെ ആ കാലിഗ്രാഫി അയാൾ മറന്നില്ല. അത് റീലേൺ. എക്സാക്ട്ലി കറക്റ്റ്, ദാറ്റ്സ് എക്സാക്ട്ലി കറക്റ്റ്. സ്റ്റീവ് ജോബ്സ് ചെയ്തതാണ്. കാലിഗ്രാഫി എടുത്ത് ആപ്പിളിലേക്ക് കൊടുക്കുന്നത് അതാണ് സ്റ്റീവ് ജോബ് കൊടുക്കുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ നാളെ അത് ഭയങ്കര ഉപകാരമായിട്ട് മാറും. ഈവൻ ഇഫ് ഇറ്റ്സ് കാലിഗ്രാഫി ഇറ്റ്സെൽഫ്. കാലിഗ്രാഫി ചെയ്യുന്ന എത്രയോ ആൾക്കാർ, നല്ല പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. Okay, they make a lot of money out of calligraphy, especially logo designing and so forth. They do a lot of things. Okay, now to go back, നിങ്ങളെ പ്രശ്നങ്ങൾ, what is your challenge? ഇത് 3 ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം എന്താ? പ്രശ്നമില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഞാന് എന്താ പറയാ, എനിക്ക് ഒരു എയിം ഉണ്ട്. അപ്പൊ അതിന്റെ അകത്തേക്ക് ഇത് 3 ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? എന്താണ് എയിം? എന്താന്ന് പറയോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്നെ തന്നെ പ്രൗഡ് ആക്കണം. പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെയൊക്കെ എന്താ പറയാ, നമ്മള് കാരണം ബാക്കിയുള്ള ഒരു ഹാപ്പി മൊമെന്റ് ഉണ്ടാവില്ലേ, ആ ഒരു സംഭവം കൊണ്ട്. ഓക്കെ, പ്രൗഡ് ആക്കാൻ വ്യത്യസ്ത രീതിയിൽ നമുക്ക് പ്രൗഡ് ആക്കാൻ പറ്റും ഇല്ലേ? ശരിയല്ലേ? വ്യത്യസ്ത രീതിയിൽ നമുക്ക് പ്രൗഡ് ആവാം. ഓക്കെ, ഇത് 3 ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും? നിങ്ങൾക്കൊരു വെർച്വൽ അസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൗഡ് ആവാൻ എനിക്ക് തോന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം നിങ്ങളെപ്പോലും അറിയില്ല. കാരണം ഏതൊരു ബിസിനസ്മാന് വേണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇസ് ദാറ്റ് കറക്റ്റ്? നിങ്ങൾ മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തു. അപ്പൊ നിങ്ങളുള്ള വ്യക്തി അവിടെ വരുന്നില്ല. യു ആർ അണ്ടർ സംബഡി എൽസ്. ഇസ് ദാറ്റ് റൈറ്റ്? നിങ്ങൾ പ്രൗഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്രാൻഡ് പുറത്തേക്ക് വരണം. യു ആർ വിത്ത് മീ? നിങ്ങളെ ബ്രാൻഡ് ആൾക്കാർ അറിയപ്പെടണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം, ലോകം അറിയണം. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ ഫേസ് നിങ്ങളെ ബ്രാൻഡായി മാറണം. ഇവിടെ അത് ആവണില്ല. വെർച്വൽ അസിസ്റ്റന്റിൽ ആവണില്ല. അത് സത്യമാണ്. സത്യം പറയുമ്പോൾ ചിലപ്പോൾ നെഞ്ഞത്തൊരു അടിപോലൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ? ഓക്കെ, നമ്പർ 2, സ്റ്റഡീസിൽ എങ്ങനെ നിങ്ങൾക്ക് പ്രൗഡ് ആവാൻ പറ്റും? ഓക്കെ, യു ക്യാൻ ബി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്. ഓക്കെ, ഹൗ ഇസ് യുവർ സ്റ്റഡീസ്? എങ്ങനെയാ? കറന്റ്ലി ഞാൻ ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്, MCOM. ഓക്കെ, അതിൽ പ്രൗഡ് ആക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും? അതിൽ ഞാനിപ്പോ സ്റ്റഡീസിൽ പോവാ.
നന്നായി ഏൺ ചെയ്യാം. ഓക്കെ അങ്ങനെ ഓക്കെ. വേറെ എന്താണ് പ്രൗഡ് ആക്കാൻ പറ്റുന്നത്? ഈ കാലിഗ്രാഫിയിൽ പ്രൗഡ് ആക്കാൻ പറ്റുമോ? നമ്മളൊരു വർക്ക് തന്നെ ഒരു സ്പേസിൽ വെച്ചാൽ അതിന് ഒരു പ്രൗഡ് അല്ലേ? ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ഇവിടെ പ്രൗഡ് രണ്ട് സംഭവമുണ്ട്. ഓക്കെ, ഐദർ യു ഫീൽ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, ആ പ്രൗഡ്നെസ്സിന് നിങ്ങൾക്ക് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഡു യു അഗ്രി ടു ദാറ്റ്? ഒരു വ്യക്തിക്ക് ആരും കാണാതെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണതിന്റെ പ്രൗഡ്നെസ് അല്ലേ? ഡു യു അഗ്രി? അത് ആരും കാണില്ല, നിങ്ങൾ മാത്രം കാണുന്നുള്ളൂ. But you feel so proud and humble and you are down to earth saying that I did something out of the money that I had. Maybe you got only 10 rupees with you and you bought something with that 10 rupees. ആ 10 രൂപ കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത്. You can be proud. Understand one thing. Proud and being proud, you don't require an approval from an external party. എത്ര പേര് അത് അംഗീകരിച്ചിട്ടുണ്ട്? I want you to understand once again, to be proud, you don't require an approval or a certification from other party. Every single day you can make yourself proud. Do you agree to that? Do you agree? Of course. Yeah. So the thing that you have to do is, what is my best action, Najay? What is that I can do today that can make me and feel me proud? സാർ, ഞാൻ ആക്ച്വലി പറഞ്ഞല്ലോ വെർച്വൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വെർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ മീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുന്നതും പിന്നെ ലൈക്ക് കുറെ എന്താ പറയാ ഫിസിക്കലി മെന്റലി ഇങ്ങനെ ഡൗൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ലൈക്ക് അവരിങ്ങനെ കോച്ചിങ് കാര്യങ്ങൾ, അപ്പൊ അവർക്കെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഈ അസിസ്റ്റന്റ് ചെയ്യുന്നത്. അത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്നോട്? നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൗഡ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. അതെ, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുള്ള മീറ്റിംഗ്, അവർക്ക് കൊണ്ടുവന്ന അവരുടെ കാര്യങ്ങള് അത് അബ്സല്യൂട്ട്ലി പ്രൗഡ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. ബാക്കി പറയേണ്ട കാര്യം പറയാതെ ബാക്കിയുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. VA എന്ന് പറഞ്ഞ വെർച്വൽ അസിസ്റ്റന്റ് മാത്രം പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ അടച്ചു വെച്ചോടെ. അങ്ങനെ ചെയ്യുമ്പം ഇറ്റ്സ് നോട്ട്, മണി വിൽ നോട്ട് മേക്ക് യു പ്രൗഡ്. ലെറ്റ് മീ ടെൽ യു. പണം അല്ലെങ്കിൽ ഫെയിം നിങ്ങളെ പ്രൗഡ് ആക്കില്ല. ഇനി ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. നാളെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആനിവേഴ്സറിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കംപ്ലീറ്റ് എയർഫോഴ്സ് ഓഫീസേഴ്സ് ഒക്കെ വരുന്നതാണ്. അതിൽ എൻ്റെ ഫാദർ ഇന്ത്യൻ എയർഫോഴ്സ് റിട്ടയർഡ് ഓഫീസറാണ്. അപ്പോൾ എൻ്റെ ഫാദർ പോകുന്നുണ്ട്. പക്ഷെ ഫാദറിന് അറിയില്ല ഞാനാണ് അവിടുത്തെ ചീഫ് ഗസ്റ്റ് എന്നുള്ളത്. ഫാദറിന് അറിയില്ല നാളെ ഞാനാണ് അവിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് ഗസ്റ്റ് ഞാനാണ്. അത് എൻ്റെ ഫാദറിന് അറിയേയില്ല. നാളെ പോകുമ്പോൾ ആ പോണ ഇതിലും ആ ഫ്ലാഗ് ഹോസ്റ്റിംഗിന്റെ അവിടെ ഞാൻ കയറി സംസാരിക്കുമ്പോൾ എന്റെ ഫാദറിന് പ്രൗഡ് ഫീൽ ചെയ്യും. പറഞ്ഞിട്ടല്ലേ, അറിയില്ല. Do you agree? So some small actions will make you proud. Don't wait for somebody else to say that you did a good job. You have to tell yourself that I have done a good job. നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തെ നിങ്ങൾ പറയാം, ഇന്നത്തെ ദിവസം it's അടിപൊളിയായി because I made somebody feel happy. Do you agree? So you are on the right place. Don't worry, you are on the right place today. So just continue with what you're doing, because every action that you're doing will make you proud, even if you don't get a certificate from somebody else. Good to go? Yeah. Congratulations, and we will support you. Okay, we do a lot of things that way. So thank you very much for coming in.